ഹായ്, ടേബിൾ ടേൽസിൻ്റെ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ദോശ തയ്യാറാക്കാൻ നോക്കിയാലോ. ഇത് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണമെന്നുള്ളവർക്കും ഡയബറ്റിക്കുകാർക്കുമൊക്കെ ഉപയോഗിക്കാവുന്ന വളരെ റിച്ച് പ്രോട്ടീൻ ദോശയാണ്. ഇതിനായിട്ടുള്ള ചേരുവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്ന് ഒരു കപ്പ് ഉഴുന്നുണ്ട്, വെള്ളക്കടല ചിക്പി ഒരു കപ്പ്, പരിപ്പ് അത് ചുമന്ന പരിപ്പോ മഞ്ഞപ്പരിപ്പോ അതോ രണ്ടും കൂടെ മിക്സ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചേർക്കാം. പരിപ്പിനകത്ത് നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട്. പരിപ്പ് ഒരു കപ്പ്, റൈസ് 3/4 കപ്പ്, റാഗി ഒരു കപ്പ്. റാഗിയും ഒത്തിരി നല്ലതാണ്, വെയിറ്റ് ലോസിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഒരു പീസ് ഇഞ്ചി, 4-5 പച്ചമുളക്, 12 കാഷ്യൂ, 12 ആൽമണ്ട്സ്, സോൾട്ട് 1 ടേബിൾ സ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. മുകളിൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം വെള്ളത്തിലിട്ട് ഒരു 3 hours കുതിർത്തതിന് ശേഷം നമ്മൾ വാരി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ബൗളിലിട്ട് അരച്ചെടുക്കാം. ഇതിപ്പം മിക്സിയുടെ ബൗളിലിട്ട് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കണ്ടൻറ്റിൻ്റെ മുകളിൽ കുറച്ചായിട്ട് വെള്ളം നിന്ന് കഴിഞ്ഞാൽ അരച്ചെടുത്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ അവസാനം ഒന്ന് മിക്സി ഒന്ന് കഴുകി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ പെർഫെക്റ്റ്ലി പാകമായിരിക്കും കൺസിസ്റ്റൻസി. അപ്പം നമ്മൾ അരച്ച് വെച്ച മാവാണ്. അതിനകത്തേക്ക് ഒരു ഇച്ചിരി വെള്ളവും മിക്സിയിൽ നിന്ന് കഴുകിയെടുത്ത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക ദോശയുടെ പരുവത്തിൽ. അത് പൊങ്ങി വരുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കുറഞ്ഞിരുന്ന് വരും. അന്നേരം നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഇത് അതിന് ടോപ്പിങ്ങിന് ആവശ്യമായ ചേരുവകളാണ്. ഇതിന് ടോപ്പിങ്ങിന് നമുക്കൊരു എഗ് ഓംലെറ്റ് ടോപ്പിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ക്യാരറ്റ്, 2 സവാള പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, ഇത്രയും ചേരുവകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചൂട് കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇടാൻ പച്ചമുളക്, കറിവേപ്പില, ചുമന്നുള്ളി, ഉപ്പ്. എന്നിട്ട് ഉള്ളി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുന്നവരെ നമുക്ക് പതുക്കെ ഇളക്കി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴന്നൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ള ചേരുവ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റാണ്. ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം നേരെ ഇളക്കണ്ട, ഒന്ന് പതുക്കെ ഒന്ന് ആയാൽ മതി. ചെറുതായിട്ടൊന്ന് പതുക്കെ വഴന്നാൽ മതി. ഇതൊരു 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 4 ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിംഗ് ആണിത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി ദോശ ചുടാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ദോശയുടെ പാനിൻ്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരിത്തിരി വെള്ളം ഒഴിച്ച് നോക്കാം. കൂടുതൽ ചൂടാവുകയാണെങ്കിൽ ദോശ പരത്തുമ്പോൾ ശരിയാവില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ ഹീറ്റ് നമുക്കങ്ങ് പെർഫെക്റ്റ് ആക്കി എടുക്കാം. നമുക്കിതിനകത്തേക്ക് ദോശയ്ക്കുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 സ്പൂണിന് 1.5 സ്പൂൺ മാവ് ഒഴിച്ചു. അത് നന്നായിട്ട് തിന്നായിട്ട് പരത്തി മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ അതിൻ്റെ മുകളിൽ നമുക്ക് പാറ്റ് ചെയ്യാം.
ഞാനിവിടെ ഗീ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പതുക്കെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എഗ്ഗ് ടോപ്പിംഗ് കൊടുക്കാം. അതും ഇതുപോലെ നല്ലപോലെ പരത്തി കൊടുത്തിട്ട് ഒരു ലിഡ് ഉപയോഗിച്ച് പതുക്കെ ഒന്ന് കവർ ചെയ്ത് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ആ എഗ്ഗൊക്കെ ഒന്ന് നന്നായിട്ട് ഹോൾഡ് ചെയ്യും. ഇനി നമുക്ക് മറിച്ചിടാം. എന്നിട്ട് സ്പാച്ചുല കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്നാൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും ദോശ. ഒത്തിരി നേരം വെച്ച് ഒത്തിരി തീയിൽ കിടന്ന് അടിമൊരിഞ്ഞു പോകരുത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ചട്നി ഇല്ലാതെയും തനിയായിട്ടും കഴിക്കാം. ചട്നി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചട്നി കൂട്ടി കഴിക്കാം. പ്ലെയിനായിട്ട് കഴിക്കാനും നല്ല ദോശയാണ്. ഈ ഹെൽത്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുമല്ലോ. അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.